ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നല്ല ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തന്നെ ചൂടാക്കിയെടുക്കുക. നല്ല ചൂടായതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. ഉപ്പും ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിക്കട്ടെ. വാടിയ ഉള്ളിയിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് കുത്തി ചതച്ചത് ഒരു സ്പൂൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതെൻ്റെ മോള് കട്ട് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഓൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓൾ ചെയ്തതാന്ന് പറയാൻ. അപ്പോൾ ഇത് ഓൾ സ്ട്രോബെറി ഉണ്ടാക്കി തന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതും കൂടെ എന്താക്കാം, പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ജീരകം, വലിയ ജീരകം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് തുറന്നു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എല്ലാം മിക്സാക്കാം. അപ്പോൾ ഇതിൽ ജീരകം ഇട്ടതുകൊണ്ട് തന്നെ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് അതിലേക്ക് നന്നായിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ചിട്ടൊരു 2 മിനിറ്റ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് എഗ്ഗ് മസാല ഇട്ട് കൊടുക്കാം. എഗ്ഗ് മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ എഗ്ഗ് മസാല ഉള്ളതുകൊണ്ട് കുറച്ച് എഗ്ഗ് മസാല ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. മുളക് പൊടി ചേർക്കാണ്ട് കുരുമുളക് മാത്രം ഇട്ടിട്ടുള്ള ഒരു എഗ് റോസ്റ്റാണ് ഉണ്ടാക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വേവിക്കാനുണ്ട്. അപ്പോൾ നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ചമണക്കം മാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കണം. തീ ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളമൊന്ന് വറ്റി നല്ല ഉള്ളിയും ഒക്കെ മസാലകളൊക്കെ ഒന്ന് മിക്സായി യോജിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കാണ് നമ്മൾ എഗ്ഗ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് എഗ്ഗ് ഇട്ടിട്ട് നമുക്ക് എന്താക്കാം, നന്നായിട്ട് തന്നെ ഇളക്കി എഗ്ഗ് അതിലേക്ക് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ മുട്ട പൊട്ടിപ്പോവാതെ വേണം, പതുക്കെ വേണം ഇളക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സാക്കാം.
അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു എഗ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് പിന്നെ ഉള്ളി പൊരിച്ചതും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം എന്താ പറയുക, കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ ഉള്ളി പൊരിച്ചത് കുറച്ച് ഒരു ടേസ്റ്റിന് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ആ ഉള്ളിൻ്റെ ഒരു ടേസ്റ്റ് അതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇനി പൊരിച്ച ഉള്ളീൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് എന്താക്കാം, ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം നമ്മൾ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം അടിപൊളിയാണ്, എന്താ പറയുക, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ട റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമുക്കിത് ചപ്പാത്തി, പൊറോട്ട, ദോശ, അങ്ങനെ അപ്പം ഒക്കത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളെ എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.